അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വാർഷിക പരീക്ഷ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻ വർഷ വാർഷിക പരീക്ഷയുടെ പേപ്പർ 1 നമുക്ക് ചർച്ച ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തി പരിശീലിച്ചാൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ വാർഷിക പരീക്ഷയിലും മുഴുവൻ മാർക്കും നേടാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ആ ഒരു വിവരത്തിലേക്കാണ്, പരീക്ഷ മുൻ വർഷ ചോദ്യപേപ്പർ വിശകലനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിൽ കാണാം അൽ ഇസ്മ എന്നുള്ളിടത്ത് നിങ്ങളെ പേര് എഴുതണം. അതുപോലെ തന്നെ സ്വഫ് വൽ ഫസൽ, സ്വഫ് എന്നുള്ളിടത്ത് നിങ്ങൾ മൂന്നാം ക്ലാസ് ആണല്ലോ, ഫസൽ എന്നുള്ളിടത്ത് ഡിവിഷൻ, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, അങ്ങനെ ഡിവിഷൻ എഴുതണം. അവിടെ 3A 3B 3C എന്താണോ നിങ്ങളുടെ ക്ലാസ് അത് നിങ്ങൾ എഴുതണം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്താണ്? ഹയ്യ നഖ്റഉ വനുജീബു, വരൂ നമുക്ക് വായിക്കാം എന്നിട്ട് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കണം, എന്നിട്ട് അർത്ഥം വെക്കണം, അർത്ഥം പഠിക്കണം, ശേഷം അടിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ് കേട്ടോ. എന്താ വായിക്കൽ? അമീനുൻ ദാരിസുൻ, അമീൻ വിദ്യാർത്ഥിയാണ്. എവിടെ? ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയ, അവൻ LP സ്കൂൾ വിദ്യാർത്ഥിയാണ്. യദുറുസു ഫി സൊഫി താരിസ്, അവൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യറൂഹു അമീനുൻ ഇലൽ മദ്രസത്തി ഫിൽ ഹാഫില, അവൻ സ്കൂളിലേക്ക് പോവൽ എന്തിലാണെന്നറിയോ? ബസ്സിലാണ്. ഫിൽ ഹാഫില എന്ന് പറഞ്ഞാൽ ബസ്സിലാണ് അവന് യാത്ര ചെയ്യുക. യദ്റുസു അമീൻ മിനൽ മദ്രസത്തിൽ അൽ ഉലൂമ വൽ ലുഗാത്ത്, അമീൻ സ്കൂളിൽ നിന്ന് അൽ ഉലൂം എന്ന് പറഞ്ഞാൽ സയൻസ് പഠിക്കുന്നു, വൽ ലുഗാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷകൾ പഠിക്കുന്നു. വയുഹിബ്ബുൽ ലുഗത്തൽ അറബിയ, അവനക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന്? അവൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു. എല്ലാ ഭാഷയും അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ പ്രത്യേകം അവൻ എന്ത് ചെയ്യുന്നു? അറബി ഭാഷയെയും അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഷാറക്ക അമീൻ ഫി ജമീഅൽ മുസാബഖാത്തി, അമീൻ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. വനാലൽ ജായിസത്ത ഫി മുസാബഖത്തിൽ ഖിറാഅ, വായനാ മത്സരത്തിൽ അവനക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ജായിസ എന്ന് പറഞ്ഞാൽ ട്രോഫി, സമ്മാനം ലഭിച്ചിട്ടുണ്ട്. യുഹിബ്ബുഹു ജമീഉൽ മുദരിസീന വത്തുല്ലാബ്, അവനെ സ്കൂളിലുള്ള എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒത്തിരി ഇഷ്ടമാണ്. ഹുവ ദാരിസുൻ നഷീത്തുൻ, അവൻ മിടുക്കനായ വിദ്യാർത്ഥിയാണ്, അവൻ നല്ല മിടുമിടുക്കനായ വിദ്യാർത്ഥിയാണ് എന്നാണ് കേട്ടോ. ഹുവ ദാരിസുൻ നഷീത്തുൻ. ഇനി താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യം, ഫി അയ്യ സൊഫിൻ യദ്റുസു അമീൻ, അമീന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫി സൊഫി താലിസ്, 3-ാം ക്ലാസ്സിൽ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. കൈഫ യറൂഹു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് എങ്ങനെയാണ് പോകലവന്? ഫിൽ ഹാഫില, ബസ്സിലാണ് അവന് പോകൽ അല്ലേ, അത് നമ്മൾ പഠിച്ചു. മാതാ യദ്റുസു അമീൻ മിനൽ മദ്രസ, സ്കൂളിൽ വെച്ചുകൊണ്ട് അവൻ എന്തൊക്കെ പഠിക്കാറുണ്ട്? അൽ ഉലൂം വൽ ലുഗാത്ത്, സയൻസും മറ്റുള്ള ഭാഷകളും അവൻ പഠിക്കാറുണ്ട്. ഹൽ ഷാറക്ക അമീൻ മിനൽ മുസാബഖാത്തി, അമീന് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ എന്ന്? അപ്പോൾ നഅം, അതെ, പങ്കെടുക്കാറുണ്ട് അല്ലേ. ഷാറക്ക അമീനും ഫിൽ മുസാബഖാത്തി ഫി ജമീഅൽ മുസാബഖാത്തി എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? ഫി അയ്യി മുസാബഖത്തിൻ നാല അമീൻ അൽ ജായിസ, അമീൻക്ക് എന്ത് സമ്മാനമാണ് ലഭിച്ചത് എന്ന്. ഫി അയ്യി മുസാബഖത്തിൻ, ഏത് മത്സരത്തിലാണ് നാല അമീൻ അൽ ജായിസ, അമീന് ഒരു ട്രോഫി സ്വന്തമാക്കിയത് എന്ന്. അപ്പോൾ ഏതിലാണ് സമ്മാനം സ്വന്തമാക്കിയത്? നമ്മൾ നേരത്തെ മുകളിൽ വായിച്ചു, വനാലൽ ജായിസ ഫി മുസാബഖത്തിൽ ഖിറാഅ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളെല്ലാം സ്ക്രീനിലൊന്ന് കാണട്ടോ, ഒന്ന് നോക്കി എല്ലാവരും. സ്ക്രീനിൽ നോക്കിയാൽ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. യദ്റുസു അമീൻ ഫി സൊഫി താലിസ് എന്നാണ് ഒന്നാമത്തെ ഉത്തരം. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുക? ഫിൽ ഹാഫില, ബസ്സിൽ. യദ്റുസു അമീൻ മിനൽ മദ്രസത്തി അൽ ഉലൂമ വൽ ലുഗാത്ത്. അടുത്ത ചോദ്യം എന്താണ്? മത്സരങ്ങളിൽ അമീൻ പങ്കെടുക്കാറുണ്ടോ എന്ന്. നഅം ഷാറക്ക അമീൻ ഫി ജമീഅൽ മുസാബഖാത്ത്, എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ഫി അയ്യി മുസാബഖത്തിൻ നാല അമീൻ അൽ ജായിസ, ഏത് മത്സരത്തിലാണ് സമ്മാനം ലഭിച്ചത്?
നാലൽ ജായിസ ഫി മുസാബഖത്തിൽ ഖിറാഅ, വായനാ മത്സരത്തിൽ. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ അടുത്ത പേജിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ വർക്ക് എന്താണ്? ഫി യൗമിൽ ഉത്ല, ഒരു അവധി ദിവസം. ഖറജ അമീൻ പുറപ്പെട്ടു മാ അഖീഹി, തൻ്റെ സഹോദരനോടൊപ്പം ഇലാ ബൈത്തിൽ ജദ്ദി, വല്യുപ്പാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ റആഫി ത്വരീഖി, വഴിയിൽ വെച്ചുകൊണ്ട് അമീൻ ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ടു എന്നാണ്. മൻളറൻ ജമീലൻ, ഭംഗിയുള്ള കാഴ്ച കണ്ടു. ഫഖാല അമീൻ ലി അഖീഹി, ആ കാര്യം തൻ്റെ സഹോദരനോട് പറഞ്ഞു. അൻഹാദൽ മൻളർ, പറഞ്ഞാൽ ആ കണ്ട കാഴ്ച ഉണ്ടല്ലോ, അത് തൻ്റെ സഹോദരനക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വിവരം തയ്യാറാക്കുക. അവൻ കണ്ട കാഴ്ചയുടെ ഒരു ചെറിയൊരു വിവരണം തയ്യാറാക്കലാണ് കേട്ടോ വർക്ക്. നേരെ അടിയിലേക്കൊന്ന് പോയി നോക്കാം. നല്ലൊരു ചിത്രം കാണാം അല്ലേ? കുറച്ച് കുട്ടികൾ ഒരു വീടിൻ്റെ മുന്നിൽ കളിക്കുന്നുണ്ട്. ഒരു പൂന്തോട്ടം കാണാം. ഒരു പൂന്തോട്ടത്തിൽ പൂക്കൾക്ക് മുകളിലൂടെ പൂമ്പാറ്റ പാറി കളിക്കുന്നുണ്ട്. ഒരു കാക്ക പൂന്തോട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വിവരണം. ഹാദാ ബൈത്തുൻ ജമീൽ അമാമൽ ബൈത്തി ഡാഷ്. അപ്പോൾ എന്താണ്? ഹാദാ ബൈത്തുൻ ജമീലുൻ, ഇത് ഭംഗിയുള്ള ഒരു വീടാണ്. അമാമൽ ബൈത്തി, വീടിൻ്റെ മുന്നിലുണ്ട് എന്താണുള്ളത്? പൂന്തോട്ടം ഉണ്ടല്ലോ, ബുസ്താൻ, പൂന്തോട്ടമുണ്ട്. പിന്നെ ഫിൽ ബുസ്താന്, പൂന്തോട്ടത്തിലുണ്ട് എന്ത്? അസ്ഹാറുൻ, പൂക്കളുണ്ട്. അൽ അസ്ഹാരി, പൂക്കൾക്ക് മുകളിലൂടെ. പിന്നെ എത്തീറുൽ ഫറാഷ, അല്ലെങ്കിൽ അല സഹരി ഫറാഷ, പൂക്കൾക്ക് മുകളിൽ എന്തുണ്ട്? പൂമ്പാറ്റയുണ്ട് അല്ലേ? തത്തീറുൽ ഫറാഷ, അല്ലെ പൂമ്പാറ്റ പാറി കളിക്കുന്നു. അതുപോലെ ഫിൽ ബുസ്താനി യജ്ലിസുൽ ഖുറാബു, കാക്ക ഇരിക്കുന്നുണ്ട് ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. അതുപോലെ തന്നെ യൽഅബുൽ ഔലാദു, കുട്ടികൾ കളിക്കുന്നുണ്ട്. എന്തിനു മുന്നിൽ? അമാമൽ ബൈത്തി, വീടിൻ്റെ മുന്നിൽ. പിന്നെ ഒരു വലിയൊരു മരം ഉണ്ടല്ലേ, മരമുണ്ട്. ഫിൽ ബുസ്താനി ഷജറത്തുൻ കബീറത്തുൻ, വലിയൊരു മരം പൂന്തോട്ടത്തിലുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കട്ടോ. ഞാൻ ചെറിയൊരു മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിലൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അമാമൽ ബൈത്തി ബുസ്താനുൻ ജമീൽ ഫിൽ ബുസ്താനി അസ്ഹാർ അല സഹരി ഫറാഷത്തുൻ ജമീല യജ്ലിസുൽ ഖുറാബു ഫിൽ ബുസ്താൻ അബുൽ ഔലാദു അമാമുൽ ബൈത്ത്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി കൊടുക്കട്ടോ. ഇനി അടുത്ത പേജിലേക്ക് നോക്കി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഹയ്യ നസ്ലു ബിസ്വഹീഹി വനക്തുബു എന്നുള്ളതാണ്. ശരിയായതുകൊണ്ട് നമുക്ക് ചേർക്കാം എന്നുള്ളത്. അപ്പോൾ പൂച്ചക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾക്ക് നേരെ ആരോ മാർക്ക്, ഒരു വരയിടുക കേട്ടോ. ലഹ്മ് പറഞ്ഞാൽ ഇറച്ചി പൂച്ചക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇറച്ചിക്ക് നേരെ വരയിടുക. കാരണം പൂച്ചക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇറച്ചി എന്നുള്ളത്, മാംസം. ഖിയാർ എന്നുള്ളത് എന്താണ്? കക്കരിക്ക പൂച്ചകൾ അങ്ങനെ തിന്നലില്ല. സമക്കുൻ എന്ന് പറഞ്ഞാൽ മീൻ നല്ല ഇഷ്ടമാണല്ലോ. ദജാജ് പറഞ്ഞാൽ കോഴി, മൗസ് പറഞ്ഞാൽ പഴം, ഹലീബ് പറഞ്ഞാൽ പാല്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് കേട്ടോ. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അപ്രകാരം നോക്കി ചെയ്താൽ മതി. കാരണം ഇതേ പ്രകാരം നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു അണ്ണാനെ കുറിച്ച്, സിഞ്ചാബ് കേട്ടോ, ഇത് പൂച്ചക്ക് ഖിത്തുൻ എന്നാട്ടോ പറയല്. ഖിത്തുൻ എന്നാണ് പൂച്ചക്ക് പറയല്. സിഞ്ചാബിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല എളുപ്പമുണ്ടാകും ആ കാര്യം കേട്ടോ. ഏതെങ്കിലും സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേരത്തെ ചോദ്യപേപ്പറിൽ ഒരു ആരോ മാർക്ക് റുസിൻ്റെ നേരെ ഇട്ടിട്ടുണ്ട്. റുസുൻ എന്ന് പറഞ്ഞാൽ ചോറ് പൂച്ചക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം മുകളിൽ കൊടുത്തിട്ടുണ്ട്. യുഹിബുൽ ഖിത്തു അർ റുസ, പൂച്ചക്ക് എന്ത് ഇഷ്ടമാണ്? ചോറ് ഇഷ്ടമാണ്. ബാക്കി നമ്മൾ എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. ഒരു ആരോ ഇടുക ലഹമിൻ്റെ നേരെ. എന്നിട്ട് യുഹിബുൽ ഖിത്തു അൽ ലഹമ, യുഹിബുൽ ഖിത്തു അസ്സമക്ക്, യുഹിബുൽ ഖിത്തു അൽ ഹലീബ്, യുഹിബുൽ ഖിത്തു അൽ ഫറുൻ എന്ന് പറഞ്ഞാൽ എലിയാണ് കേട്ടോ. ഹലീബുൻ എന്ന് പറഞ്ഞാൽ പാല്, സമക്ക് പറഞ്ഞാൽ ഫിഷ് മീൻ, ലഹമ് എന്ന് പറഞ്ഞാൽ ഇറച്ചി. ഇവയെല്ലാം പൂച്ചക്ക് ഇഷ്ടമാണ്. അതെല്ലാം എഴുതി കൊടുക്കുക. ഇനി അടുത്ത വർക്ക് എന്താണ്? അടുത്ത വർക്ക് ഹയ്യ നംലിം കേട്ടോ. ഇത് മൂന്നാമത്തെ വർക്കായിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു പേജ് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, അതാണ് ഇപ്പോൾ അവസാനം വന്നത് കേട്ടോ ഈ പേജ്. അപ്പോൾ ഹയ്യ നംലിം, വരൂ നമുക്കൊന്ന് ആലപിക്കാം, നമുക്കൊന്ന് പാട്ട് പാടാം എന്നുള്ളതാണ്. അൻഷദ സിനാൻ ഒരു പാട്ട് പാടിയതാണ്. നഷീദത്തൻ അൻ സ്വദീഖി അമീൻ, അവൻ്റെ ചങ്ങാതിയായ അമീനെ കുറിച്ച് കാണാണ് പാട്ട് പാടിയത്.
ഹയ്യ നുൻഷിദു മഅഹു വനക്തുബു, വരൂ നമുക്ക് അവൻ്റെ കൂടെ പാട്ട് പാടാം എന്നാണ്. വനക്തുബ് എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ കുറച്ച് പൂരിപ്പിക്കാനുണ്ട്, അതും കൂടി ചേർത്ത് എഴുതി കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ പാടല്? യാ അമീൻ അന്ത ഹബീബി അന്ത തഅമലു മക്റുമാതി യാ അമീൻ അന്ത സ്വദീഖി അന്ത തഅമലു മുഹ്സനാത്ത്. അതേ പ്രകാരം സൈഡിൽ ഇടത് ഭാഗത്ത് ഒരു കള്ളിയിൽ കാണാം ഒത്തിരി വാക്കുകൾ. അപ്പോൾ ഇങ്ങനെയാണ് യാ അമീൻ എന്ന് തന്നെയാണ് തുടക്കം വരേണ്ടത്. അപ്പോൾ യാ അമീൻ അന്ത ഹബീബി സ്വദീഖി, അതിനോട് യോജിച്ച വാക്കുകൾ ഇടത് ഭാഗത്ത് ചെറിയ കള്ളിയിൽ നോക്കൂ. ത്വയ്യിബാത്ത് ശരിയാവില്ല, പിന്നെ റഫീഖി ശരിയാകും അല്ലേ? കാരണം ഹബീബി, സ്വദീഖി, റഫീഖി അല്ലേ? അപ്പോൾ ആ പ്രകാരം നിങ്ങൾ എഴുതി കൊടുക്കുക, യാ അമീൻ അന്ത റഫീഖി. ഓക്കെ. പിന്നെ അന്ത തഅമൽ, ഏറ്റവും മുകളിൽ മക്റുമാത്തി കാണാം, പിന്നെ മുഹ്സനാത്തി എന്ന് കാണാം. അതേ പ്രകാരം കള്ളിയിൽ എന്താ ഉള്ളത്? ത്വയ്യിബാത്ത് എന്ന് ശരിയാവുമല്ലോ അല്ലേ? അപ്പോൾ അന്ത തഅമൽ ത്വയ്യിബാത്ത്. ഓക്കെ. അതേ പ്രകാരം ഒരു വരി കൂടി ഉണ്ട്, അടിയത്തെ വരി ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. എങ്ങനെ? യാ അമീൻ അന്ത റഫീഖി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പ്രകാരം എന്താ ഉള്ളത്? അനീസി എന്ന് കണ്ടില്ലേ, അത് എഴുതി കൊടുക്കാം. യാ അമീൻ അന്ത അനീസി അന്ത തഅമലു സോലിഹാത്ത് അല്ലേ? പിന്നെ സോലിഹാത്ത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം നിങ്ങൾക്കും ഒരു നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ. നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സാഹസപ്പെട്ട് തയ്യാറാക്കിയത് കേട്ടോ. ഉഷാറായിട്ട് എല്ലാവരും പഠിക്കണേ. കണ്ടില്ലേ സ്ക്രീനിൽ? യാ അമീൻ അന്ത റഫീഖി അന്ത തഅമൽ ത്വയ്യിബാത്ത് യാ അമീൻ അന്ത അനീസി അന്ത തഅമൽ സോലിഹാത്ത് കേട്ടോ. ഇപ്രകാരം നിങ്ങൾ ഉഷാറായിട്ട് എഴുതണം, വായിക്കണം, പഠിക്കണം. ഓക്കെ. ഇനി നമുക്ക് അവസാനത്തെ ഏകദേശം നമ്മുടെ ഈ വർക്ക്, ഈ ക്ലാസ് അവസാനിക്കാറായി. അവസാനത്തെ ഒരു വർക്കിലേക്ക് കൂടി നമുക്ക്, പ്രവർത്തനത്തിലേക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. കണ്ടോ? അഅദ്ദ അമീൻ വ സ്വദീഖുഹു ബഅദൽ ലായിഹാത്തിൽ ഇർഷാദിയ്യ ഫവളഅഹ ഫി അമാകിന മുനാസബ. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ അമീനും ഓൻ്റെ ചങ്ങാതിയും കൂടി ഒത്തിരി ബോർഡുകളുണ്ട് കേട്ടോ. നല്ല ജനങ്ങൾക്ക് നല്ല ഉപദേശം കൊടുക്കാൻ പറ്റിയ നല്ല അറിയിപ്പ് ബോർഡുകൾ, ആ ബോർഡുകൾ തയ്യാറാക്കിയിരുന്നു. അത് നമുക്കെന്ത് ചെയ്യാം, യോജിച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താ വായിക്കല്? ഹാഫിൾ അല നവാഫത്തിൽ ബിഇർ എന്നാണ്. ബിഇറുൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കിണറാണ്. ആ കിണർ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിയിൽ ചിത്രം കാണാം, കിണറിൻ്റെ ചിത്രം അടിയിൽ കാണാം. നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു വാക്ക് കൊണ്ടുപോയി എഴുതണം. അതുപോലെ ലാ തഖ്തിഫിൽ അസ്ഹാർ, കണ്ടോ ഇടത് ഭാഗത്ത് മുകളിൽ പൂക്കൾ പറിക്കരുത്, പൂക്കൾ പറിക്കരുത്. അപ്പോൾ പൂക്കളുള്ള ചിത്രങ്ങളുടെ അടിയിലാണ് അത് എഴുതേണ്ടത്. അതുപോലെ തനാവലുൽ ഖദറാവാത്തി ദായിമൻ, പച്ചക്കറികൾ നിത്യവും നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കണം. തനാവലുൽ ഖദറാവാത്ത്, നിങ്ങൾ പച്ചക്കറികൾ കഴിക്കൂ, ദായിമൻ നിത്യവും, ഡെയിലി നിങ്ങൾ കഴിക്കൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളുമായി ബന്ധപ്പെട്ട പിക്ചറിൻ്റെ അടിയിലാണ് അത് എഴുതേണ്ടത്. ലാ തൽഅബ് ഇൻദൽ ജുഹരി, മാളത്തിൻ്റെ അടുക്കൽ നിങ്ങൾ കളിക്കരുത്. കാരണം എന്താണ്? പാമ്പുകളും കാര്യങ്ങളൊക്കെ മാളത്തിൻ്റെ അടുക്കലുണ്ടാവും, അതാണ് കേട്ടോ. അപ്പോൾ അവിടെ മാളവുമായി ബന്ധപ്പെട്ട ചിത്രം ഉണ്ടെങ്കിൽ അത് അവിടെ നിങ്ങൾ ഈ ഒരു എഴുത്ത് എഴുതണം. അതുപോലെ അഗ്ലിഖി സുംബൂർ ബഅദൽ ഇസ്തിഅമാൽ, ഉപയോഗം കഴിഞ്ഞ ശേഷം ടാപ്പ് പൂട്ടണം കേട്ടോ. അപ്പോൾ ടാപ്പ് പൂട്ടലുമായി ബന്ധപ്പെട്ട, അതായത് പൈപ്പ് ഉണ്ടാവുമല്ലോ, ആ പൈപ്പ് പൂട്ടണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് നേരെ സ്ക്രീനിലേക്ക് ചിത്രങ്ങൾ കാണാം കേട്ടോ. ഓരോ ചിത്രങ്ങൾ നോക്കൂ, പൂക്കളെ കാണാം, അതുപോലെ തന്നെ ഒരു പൈപ്പ് തുറക്കുന്ന ചിത്രം കാണാം, അത് പൂട്ടാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ പച്ചക്കറികൾ, ഒരു മാളം, പിന്നെ ഏറ്റവും താഴെ ഒരു കിണർ വൃത്തിയായി സൂക്ഷിക്കാനുള്ളതാണ് കേട്ടോ. എന്താ സംഭാഷണം കൂടി. അമീൻ, അമീന് പോയി എങ്ങോട്ട്? ഇലൽ മൈതാൻ, എങ്ങോട്ടാണ് പോയത്? മൈതാനത്തേക്ക്, ഗ്രൗണ്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ് പോയത്? ലില്ലഅബി കുറത്തിൽ ഖദം, അതായത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
കുറത്തുൽ ഖദം എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് പോയി. ലഖിയ ഫി ത്വരീഖി വലദൻ, അപ്പോൾ വഴിയിൽ വെച്ചുകൊണ്ടൊരു കുട്ടിയെ കണ്ടുമുട്ടി എന്നാണ്. ഫദാറ ബൈനഹുമാ ഹിവാർ, ആ കുട്ടിയും അമീനും തമ്മിൽ ഒരു സംഭാഷണം നടത്താണ് കേട്ടോ. നോക്കിയാണ്, അമീൻ പറയാണ് മസാഉൽ ഖൈർ. അപ്പോൾ മസാഉൽ ഖൈർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ നമ്മൾ പഠിച്ചതാണ് എന്ത്, രണ്ടാമത്തെ മറുപടി എന്തായിരിക്കും, മസാ ഉന്നൂർ അല്ലേ. വീണ്ടും അമീൻ ചോദിച്ചു മൻ അന്ത, നീ ആരാണ്, ഹു ആർ യു. അപ്പോൾ കുട്ടി പറഞ്ഞത് അന ഷരീഫ്, ഞാൻ ഷരീഫാണ്. എന്നിട്ട് ഷരീഫ് ഉടനെ അമീനോട് ചോദിക്കുകയാണെന്ത്, മസ്മുക്ക, എന്താ നിൻ്റെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അമീൻ മറുപടി പറയേണ്ടത്, എൻ്റെ പേര് അമീനാണ്, അങ്ങനെ തന്നെയാണല്ലോ മറുപടി പറയേണ്ടത്. അപ്പോൾ ഇസ്മീ, എന്താ പറയൽ, ഇസ്മുൻ പറഞ്ഞ പേര്, ഇസ്മീ, എൻ്റെ പേര് അമീൻ, അമീനാണ്. അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ, വളരെ സിമ്പിളാണ്. ശേഷം ഷരീഫ് ചോദിക്കാണ് അയിന തെറൂഹു, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്കറിയാം ഗ്രൗണ്ടിലേക്കാണെന്ന്. അപ്പം ഏറ്റവും മുകളിൽ കാണാം ഇലൽ മൈദാൻ എന്ന് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇലൽ മൈദാൻ എന്ന് കൊടുക്കണം. അറൂഹു, ഞാൻ പോകുന്നു ഇലൽ മൈദാൻ, മൈതാനത്തേക്ക്. അതല്ലെങ്കിൽ ഇലൽ മൈദാനി എന്ന് മാത്രം എഴുതിയാലും വളരെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഗ്രൗണ്ടിലേക്കാണ് ഞാൻ പോകുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഷെരീഫ് വീണ്ടും ചോദിക്കുകയാണ് ലിമ, എന്തിനു വേണ്ടിയാണ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അമീൻ എന്ത് മറുപടി പറയുന്നു, ലില്ലാബി ഖുറത്തിൽ ഖദം കേട്ടോ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ കാണാം ലില്ലാബ് എന്ന് എഴുതിയിട്ടുണ്ട്, ലില്ലാബി ഖുറത്തിൽ ഖദം കേട്ടോ, ലില്ലാബി ഖുറത്തിൽ ഖദം. ഓക്കെ, അപ്പോൾ ഷെരീഫ് പറയുന്നു ഹസനൻ, വളരെ നല്ലത് കേട്ടോ, അത് നല്ല കാര്യം, കാരണം കളി ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് കളിക്കുക കേട്ടോ. ആ നിലക്ക് ഹസനൻ, വളരെ കൺഗ്രാജുലേഷൻ, വളരെ നല്ലത് എന്നൊക്കെ പറയാം കേട്ടോ. ശേഷം ചോദിക്കുകയാണെന്ത്, അമീൻ ചോദിക്കുകയാണെന്ത്, ഹൽ തുസാഹിബുനി, ഹൽ തുസാഹിബുനി, നീ എൻ്റെ കൂടെ പോരണോ എന്ന് ചോദിക്കുകയാണ്. ആരോട്, ഷെരീഫിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഷെരീഫ് എന്തായിരിക്കും മറുപടി പറയാം, നാം, അതെ ഞാൻ പോരാം എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഞാനും ഗ്രൗണ്ടിലേക്ക് നാം എന്ന് മറുപടി പറയാം. ശേഷം അവസാനം ഒരു സംഭാഷണം കണ്ടാൽ ആ സംഭാഷണത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്തായിരിക്കും ഉണ്ടാവേണ്ടത്, സംഭാഷണത്തിൻ്റെ അവസാനം നമുക്ക് നേരത്തെ അറിയുന്നതാണ്. ഒരു സംഭാഷണത്തിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടാവൽ ശുക്രൻ അഫ്വൻ എന്നാണ്. അപ്പോൾ അമീൻ എന്തോ പറയുന്നുണ്ട്, അത് കേട്ടപ്പോൾ ഷെരീഫ് എന്ത് പറഞ്ഞു, അഫ്വൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും അമീൻ ചോദിച്ചിട്ടുണ്ടാവുക, എന്താ പറഞ്ഞിട്ടുണ്ടാവുക, ശുക്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ശുക്രൻ അഫ്വൻ. അപ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, മസാഉൽ ഖൈർ, മസാ ഉന്നൂർ, കൈഫൽ ഹാൽ, സൈൻ അൽഹംദുലില്ലാ, ശുക്രൻ അഫ്വൻ. അങ്ങനെയുള്ളതായ സംഭാഷണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, സംഭാഷണത്തിന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അവയെല്ലാം നമ്മളെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു പേജ്, ഈ ഒരു പരീക്ഷാ പേപ്പർ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ വരുന്ന വാർഷിക പരീക്ഷയിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.